ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ അരിപ്പൊടി മിക്സിയിൽ കറക്കി കൈയൊന്നും നനയാതെ തന്നെ കുഴച്ചെടുത്ത് ചുട്ടെടുക്കാൻ പറ്റുന്ന പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അരിപ്പൊടി വേണം. നമ്മൾ സാധാ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3/4 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള ചോറ് തന്നെയാണ്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചതയ്ക്കുന്ന മിക്സി ഉണ്ടല്ലോ, എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുന്ന മിക്സിയിലേക്ക് വേണം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പകുതി ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. നിർത്തി വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി. ഇതുപോലെ കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ ചോറും കൂടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ബോളാക്കി മാറ്റിയാൽ മതി കേട്ടോ. നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബോൾസ് ഉണ്ടല്ലോ, കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ട് ബോൾസ് ആക്കി എടുക്കുമ്പം ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഞാനത് അതുപോലെയുള്ള പ്രസ്സിലാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മളെ നോർമൽ പത്തിരിൻ്റെ അത്ര നൈസായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ പൊടിയും കൂടി ഒന്ന് തട്ടിയെടുത്തിട്ട് ജസ്റ്റ് നോർമലായിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിലും നമ്മൾ നോർമൽ സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു കട്ടിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട് പത്തിരിക്ക്. എപ്പോഴും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിലൊന്നും ആർക്കും ഇഷ്ടാവില്ല കേട്ടോ. കാരണം നല്ല ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. അത്യാവശ്യം ചുട്ട് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ചൂടൊക്കെ മാറുന്ന സമയം കൊണ്ട് തന്നെ നല്ലപോലെ കട്ടിയായിട്ട് മാറും. ഒരു ഉറപ്പുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ. പൊടി കലക്കിയിട്ട് കൈ ഒന്നും നനയാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പത്തിരിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്നും ഇതിനില്ല കേട്ടോ. ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതാണ് കേട്ടോ നമ്മൾ ഒരു പെർഫെക്റ്റ് പത്തിരി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ചോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തരിതരികളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നമുക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ വേണമെങ്കിൽ കുറച്ച് അളവിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പത്തിരി തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ. നല്ല ഈസി ആയിരിക്കും. അല്ലാതെ നമ്മൾ നോർമലായിട്ട് പത്തിരി ചുടുകയാണെങ്കിൽ വേറെ മെത്തേഡായിരിക്കും ഒന്നും കൂടി ബെറ്റർ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.